ഇന്നൊരു അടിപൊളി കല്യാണം കൂടാൻ വേണ്ടി നമ്മൾ എത്തിയിട്ടുള്ളത് അരിക്കാഞ്ചിറുള്ള ഇനായത്ത് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. ഏകദേശം ഒരു 2500 ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നേ. നമ്മളിവിടെ എത്തിപ്പാടന്നെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മാത്രമല്ല ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭക്ഷണത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളെ മലപ്പുറം ജില്ലയിൽ അധികം കാണാത്ത ഒരു ഡിഷ് എനിക്ക് ഈ ഒരു കല്യാണത്തിന് കാണാൻ കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിലൊരു നെല്ലിക്ക കാന്താരിൻ്റെ കേട്ടോ. അത് ഭയങ്കര ഈ ഒരു ഐറ്റാണ് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നിട്ടോ. ജ്യൂസായിട്ട് നന്നാരി പാൽ സർബത്ത്, ബട്ടർ, പപ്പായ, പൈനാപ്പിൾ, തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏതൊരു പ്ലേസിൽ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് നമ്മളെ വെൽക്കം ചെയ്യുന്ന അതിൻ്റെ ആ ഒരു മണമാണല്ലോ, അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല ഊതിൻ്റെതും പിന്നെ അതുപോലെ തന്നെ നല്ല അത്തറിൻ്റെ സ്മെല്ലായിട്ട് വരുന്ന എല്ലാ ഗസ്റ്റിനും വെൽക്കം ചെയ്യുന്നത്. ആ ഒരു ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഈ ഒരു ഭയങ്കര ആ ഒരു ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഗസ്റ്റിനൊക്കെ അതുപോലെ ഇങ്ങനെ അത്തറൊക്കെ തേച്ചിട്ടാണ് അവരൊക്കെ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്രൈഡും ഗ്രൂമൊക്കെ ആയിട്ട് അവിടെ ഫോട്ടോ സെഷൻസ് ഒക്കെ ആയിട്ട് ഹാളിൽ നിന്നുള്ള ഫോട്ടോ സെഷൻസ് ആണ് നടക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കാരണം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഫുഡൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമിന് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും കിടലിനായിട്ട് സെറ്റാക്കിയുള്ള ഒരു ഇവൻറ്റ്സ് ആണ് ഇവരുടെ ഈ ഒരു പ്രോഗ്രാമിന് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ സ്റ്റേജിൻ്റെ ഭാഗത്തൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ ഫുള്ള് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. സ്റ്റേജിലാണെങ്കിലും നല്ല ഗാനമേള സെക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബ്രൈഡിനും ഗ്രൂമിയൊക്കെ നേരെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം കേട്ടോ. സ്റ്റേജിൽ ഫോട്ടോ സെഷൻസും കൂടാതെ നമ്മളുടെ ആ ഒരു ബന്ധുക്കളുടെ ഒക്കെ ആ ഒരു ഭയങ്കര ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫുള്ള് കളർഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഈ ഒരു കിച്ചൺ ഭാഗത്ത് പോയപ്പം നെയ്ച്ചോറും നല്ല പള്ളിക്കറിയും ഇതാണ് കേട്ടോ നമ്മുടെ മലപ്പുറം ഏരിയയിൽ അധികം കാണാത്തൊരൈറ്റായിട്ട് തോന്നി. അവിടെ തന്നെ ആ ഒരു പള്ളിക്കറി ടേസ്റ്റ് ചെയ്തിട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂട് കുട്ടം ബിരിയാണി, സാഫ്രോണൊക്കെ ഇട്ടിട്ടുള്ള നല്ല കാശ്മീരി റൈസും പിന്നെ ബ്രോസ്റ്റ് ലൈവായിട്ട് പൊരിക്കുന്നുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, കൂടാതെ സാലഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നേ. ഫുഡിന്റെ കാര്യത്തിലൊക്കെ വെൽക്കം ഇവന്റ്സിനെ ഏൽപ്പിച്ചതുകൊണ്ട് അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഫുഡ് വളരെ ഉഷാറാണ്. ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല പ്രീമിയം ലുക്കിലായിട്ട് എല്ലാതും സെറ്റ് ചെയ്തിട്ടുള്ള ഡൈനിങ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ആക്കിയിട്ട് ഗസ്റ്റിനെ ഇങ്ങനെ കാത്തിരിക്കുക. മാത്രമല്ല മീൽസും ഒക്കെ നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു റൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും മീറ്റ് ആണെങ്കിലും ഈ ഒരു ബീഫ് ഉണ്ട് ഭയങ്കര മൈൽഡ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് തോന്നിട്ടോ. ആ ഒരു എല്ലുമെന്നൊക്കെ ഇങ്ങനെ പോന്നിട്ട് കിട്ടുന്ന അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ സർവീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല അടിപൊളിയായിട്ടുള്ള സർവീസ് തന്നെ ആയിരുന്നു കേട്ടോ. മീൽസിൻ്റെ കൂടെ നല്ല നാടൻ ചെള്ളി മാങ്ങ കറി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒത്തന്റിക് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് തോന്നിയിട്ടാണ് കഴിച്ചത്. ഫുഡ് ഉഷാറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നല്ല ഫുഡാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. എല്ലാം അടിപൊളി നന്നായിട്ടുണ്ട്. എല്ലാം ഉഷാറ് അടിപൊളി, ഒന്നിനൊന്നും വെച്ച് ഉഷാറ് അടിപൊളി. ഓക്കെ, മുട്ട ബിരിയാണി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർ, നല്ല രസമുണ്ട്, അടിപൊളിയാണ്. വെൽക്കം ഇവന്റ്സിന്റെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. സാദാ ചോറായാലും എല്ലാതും അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്, ടോട്ടലി സൂപ്പർ സൂപ്പർ സൂപ്പർ. സർവീസ് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നെയ്ച്ചോറും പള്ളിക്കറി നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു. നല്ല ഫുഡ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സർവീസ് ഒക്കെ നന്നായിരുന്നു. ഫുഡ് ഏൽപ്പിച്ചിട്ടുള്ളത് വെൽക്കം ഇവന്റ്സിനായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഫുഡെല്ലാം ഉഷാറാണ്. പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മളെ കസിന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ വീക്ക്. സെയിം തീമ ചെയ്ത് ഓരോ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നമ്മുടെ കല്യാണത്തിന് അവരെ തന്നെ ഫിക്സ് ആക്കിയത്. ഇതെല്ലാം അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഡെസേർട്ട് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ചായ ഉണ്ട് കേട്ടോ. ചായൻ്റെ കൂടെ നല്ല സ്നാക്സ് ഐറ്റംസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. നല്ല മുറുക്കും പിന്നെ അതുപോലെ നമ്മൾ ന്യൂസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ തന്നെ ഒരു മാസ്റ്റർ പീസാണ് ഈ ഒരു ചീസി കുനാഫ കേട്ടോ. ഈ കുനാഫയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും ആ ഒരു ചീസ് കണ്ടില്ല നിങ്ങൾ, അത്രയും നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അറബിക് ഡെസേർട്ട് ആയിട്ടുള്ള ലുക്കീമിയാത്തുണ്ട്. ഇത് ഉണ്ടാക്കുന്ന കാണാൻ ഭയങ്കര രസമല്ലേ. ഇത് പിന്നെ നല്ല ഷുഗർ സിറപ്പിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ചൂടോട് കൂടിയിട്ട് ഈ ഒരു ഐറ്റം കഴിക്കുമ്പോൾ ഭയങ്കര രസമാട്ടോ. പിന്നെ ഈ ഒരു പോപ്കോൺ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കല്യാണം നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുത്തോളൂ. മാത്രമല്ല ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു പ്രോഗ്രാമും വളരെ ഭംഗിയായിട്ട് കണ്ടക്ട് ചെയ്യാൻ ഇവരെ നിങ്ങൾക്ക് വെൽക്കം ഇവൻറ്റ്സ് ആണ്. ഇവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവരെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ജെറ്റു ഡയറീസ്.